കേരള കോൺഗ്രസ് എം വിട്ടുവരുന്ന ആന്റണി രാജുവിന് മത്സരിക്കാൻ തന്റെ സീറ്റ് വിട്ടുനൽകുന്നതിനെ എതിർക്കുമെന്ന് വി സുരേന്ദ്രൻപിള്ള. പാർട്ടി സീറ്റുകൾ വിമതർക്ക് നൽകില്ലെന്ന് കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിന്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സർക്കാരിനെ തള്ളിപ്പറയാത്ത വിമതരുടെ നിലപാട് അവസരവാദപരമാണെന്നും സുരേന്ദ്രൻപിള്ള പറഞ്ഞു. കൂടുതൽ സീറ്റുകൾ ആഗ്രഹിച്ചാണ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇടതുമുന്നണിയിലേക്ക് വരുന്നതെങ്കിൽ അതിൽ വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് സ്കറിയ തോമസ് വിഭാഗം പറയുന്നത്. വിമതർ അവരുടെ ശക്തി ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. LDFിലേക്ക് വരാൻ വേറെയും പാർട്ടികൾ കാത്തിരിക്കുമ്പോൾ ഇവർക്ക് മാത്രമായി പ്രവേശനം നൽകുന്നത് ശരിയായിരിക്കില്ലെന്നും വി സുരേന്ദ്രൻപിള്ള പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങോട്ട് വന്ന് സീറ്റ് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ ഭാഗത്തും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം LDFിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നല്ല ജനപിന്തുണയുള്ള ഒട്ടേറെ കക്ഷികൾ ഇവിടെ പുറത്തു നിൽക്കുക. അവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇവരുടെ കാര്യത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനം എടുക്കുമെന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ. ആന്റണി രാജുവിന് തിരുവനന്തപുരം സീറ്റ് നൽകാനുള്ള ആലോചനയെപ്പറ്റി തിരുവനന്തപുരം സീറ്റ് അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റാണ്. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് 5 കൊല്ലം അവിടെ MLA ആയും 5 കൊല്ലം ഇപ്പോൾ സമരരംഗത്തും ആ മണ്ഡലത്തിലും ഒക്കെ ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ അനുമതി ഇല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ശരിയാവത്തില്ല. ഇക്കാലമത്രയും UDFന്റെ അഴിമതി ഭരണത്തിൽ പങ്കാളികളായിരുന്നവർ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മാത്രം മുന്നണി വിടുന്നത് ഭരണ പങ്കാളിത്തത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ തെറ്റില്ലെന്നും സുരേന്ദ്രൻപിള്ള പറഞ്ഞു. KM മാണിയും മകനെയും മാത്രം തള്ളിപ്പറയുന്നതിനപ്പുറം ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളെല്ലാം ഇവർ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവിടെ അടുത്ത ഭരണം കിട്ടാൻ പോകുന്ന അങ്ങോട്ട്, ഇവിടെ അടുത്ത ഭരണം കിട്ടാൻ പോകുന്ന ഇങ്ങോട്ട് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിലുണ്ടാകും. വിമതരെ കൂടെ കൂട്ടി നേട്ടമുണ്ടാക്കാനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് തലവേദനയാകും സ്കറിയ തോമസ് വിഭാഗത്തിന്റെ ഈ നിലപാട്. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.